എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് 365യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കോമൺവെൽത്ത് ഗെയിംസ് 2022 കുറിച്ചാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2022 എവിടെ വെച്ച് നടന്നു, അതുപോലെ തന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം, ഇന്ത്യൻ്റെ സ്ഥാനം, ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വിഭാഗം ഏത് കാറ്റഗറി, അത്ലറ്റിക്സ് ആണോ അങ്ങനെയുള്ളതാണ്, പിന്നെ ഗോൾഡ് മെഡൽ നേടിയത് ആരൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്രമല്ല ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും. അതായത് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു ചോദ്യം വരാം എന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ തുടങ്ങുന്നത് 2022 2022 കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു 2022 എത്രാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നതെന്ന് ചോദിച്ചാൽ 22 നോക്കണം. അത് എങ്ങനെ പോയാലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനമാണ് ഈ നടക്കുന്ന കളി എത്രാമത്തെയാണെന്നുള്ളത്. 2022 22ാമത്തെ ഗെയിമാണ് നടന്നതെന്ന് നോക്കുക. ഇതെന്ന് തന്നെ നമുക്ക് ഓർത്തിരിക്കാം, 2022 ഈ 22. 22ാമത്തെ നടന്നത് ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് നോക്കുക. 22ാമത്തെയാണ്. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ മസ്കോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറിയാണ്. പെറി എന്താ സാധനം ചോദിച്ചാൽ ഒരു ബുള്ളാണ്, കാള. പെറി ദ ബുൾ, അതാണ് അതിൻ്റെ മസ്കട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അത് ഓസ്ട്രേലിയയാണ്. ഈ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ബ്രിട്ടൻ്റെ കോളനികളായിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു ഇതിലുള്ളത്. നമുക്ക് അതിൽ ഏറ്റവും മെഡൽ നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. 2 ഇംഗ്ലണ്ട്, 3 കാനഡ, അതുപോലെ തന്നെ ഇന്ത്യ. ഇതിൽ നമുക്ക് നോക്കിയറിയാം ഈ ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത്. 67 ഗോൾഡ് ഉണ്ട്, പിന്നെ 57 വെള്ളി, പിന്നെ 55 ബ്രോൺസ്, മൊത്തം 179. ഇത്രയും ഈ ആദ്യത്തെ 1, 2, 3, 4 സ്ഥാനം, ഈ 4 സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ സ്ഥാനം 4ാമത്തെ ആയതുകൊണ്ടാണ് പറയുന്നത്. ഈ 4 സ്ഥാനങ്ങളുള്ള ആൾക്കാർ, രാജ്യങ്ങൾ ഏതാണ്, അവരുടെ മെഡൽ എല്ലാം അറിഞ്ഞില്ലെങ്കിലും ഇത്ര അറിയണം. ഓസ്ട്രേലിയൻ്റെ ഈ നമുക്കറിയാം 67 ആണെങ്കിൽ 10 കുറച്ച് 57, പിന്നെ ഒരു 2 കുറച്ച് 55. 67, 57, 55 ഇത് ഓർക്കണം. പിന്നെ രണ്ടാമത് ഉള്ള രാജ്യം ഇംഗ്ലണ്ടാണ്. അവരുടെ മെഡൽ എത്രയാണെന്ന് ചോദിച്ചാൽ 58 നോക്കണം. ഇവിടെ 57 വെള്ളി ഓസ്ട്രേലിയ നേടിയിട്ടുണ്ട്. അതൊന്ന് 1 കൂട്ടിയാൽ 58. പിന്നെ കാനഡേൻ്റെ 26, അതുപോലെ തന്നെ ഒരു 6 കൂട്ടിയാൽ 32, അതൊന്ന് ഒരു 2 കൂട്ടിയാൽ 34. ഇത് അറിയണം. പ്ലസ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ടത് നമ്മുടെ ഇന്ത്യൻ്റെ ആണ്. 22, 16, 23, ആകെ കൂടി 61 മെഡൽ. ഇത്രയും നമുക്ക് അറിയണം. ഈ 22 ഗോൾഡ് നേടിയ ആൾക്കാരെ നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ്റെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ആണ്. 22, 16, 23. 22 ഗോൾഡ്, 16 വെള്ളി, പിന്നെ 23 ബ്രോൺസ്. ആകെ മൊത്തം 61 മെഡലാണ് ഈ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും ഇന്ത്യ നേടിയെന്ന് നോക്കണം. ഏറ്റവും ആദ്യം ഒന്നാമതെത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയാണെന്ന് നോക്കാം. മൊത്തം 179 മെഡലും. ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണിയിൽ അതിലത്തെ ഫ്ലാഗ് ബെയറേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഒന്ന് പി വി സിന്ധുവും പിന്നെ മൻപ്രീത് സിംഗ് ആണെന്ന് നോക്കാം. ഈ മൻപ്രീത് സിംഗ് ഹോക്കിയാണെന്ന് നോക്കണം, ഹോക്കി താരമാണെന്ന് നോക്കണം. പിന്നെ പി വി സിന്ധു എല്ലാവർക്കും അറിയാം ബാഡ്മിൻ്റൺ താരമാണെന്നുള്ളത്. പിന്നെ ക്ലോസിംഗ് സെറമണിയിൽ അജന്ത ശരത് കമലും പിന്നെ നിഖാത് സരീനും ആണെന്ന് നോക്കണം. ഈ നിഖാത് സരീൻ ഏതാണെന്ന് ചോദിച്ചാൽ ബോക്സിംഗ് ആണെന്ന് നോക്കാം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം നോക്കേണ്ടത്, അതായത് ഇന്ത്യക്ക് 22 സ്വർണം നമ്മൾ നേടിയെന്ന് പറഞ്ഞല്ലോ. ഇത് കണ്ടില്ലേ, 22 ഗോൾഡാണ് നമ്മൾ നേടിയെന്ന് പറയും. 22 ഗോൾഡിൽ ഏറ്റവും കൂടുതൽ ഏത് വിഭാഗത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ റെസ്ലിംഗ് ആണ്. റെസ്ലിംഗിൽ നിന്നും ഒരു 6 ഗോൾഡോളം നമ്മൾ നേടിയിട്ടുണ്ട്. 22 ആകെ സ്വർണത്തിൽ നിന്നും 6 റെസ്ലിംഗ്, പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിങ്, അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, ഈ 4 വിഭാഗത്തിൽ നിന്നും 3 വെച്ചത് നേടിയിട്ടുണ്ട്. ആകെ മൊത്തം 12. റെസ്ലിംഗിലാണ് ഏറ്റവും കൂടുതൽ 6, പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിങ്, പിന്നെ ബാഡ്മിൻ്റൺ, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, ഈ 4 വിഭാഗത്തിൽ നിന്നും 3 വെച്ചത് നേടിയിട്ടുണ്ട്. ആകെ മൊത്തം 12. പിന്നെ ഉള്ളത് ഓരോന്ന് വെച്ചിട്ടാണ്. ഓരോ ഗോൾഡ് വെച്ചിട്ട് 4 വന്നിട്ടുണ്ട്. അതാണ് അത്ലറ്റിക്സ്, അതുപോലെ തന്നെ
ലോൺ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ പാരാ ടേബിൾ ടെന്നീസും ഉണ്ട്, പിന്നെ പാരാ വെയിറ്റ് പവർ ലിഫ്റ്റിംഗ്. സോ ഇത്രയും ആരൊക്കെയാണ് നേടിയെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും റെസ്ലിംഗ് ആണ്. സോ നമുക്കിനി റെസ്ലിങ്ങിലെ നമ്മൾ പറഞ്ഞു, റെസ്ലിംഗിൽ നിന്നും 6 ഗോൾഡാണ് നേടിയെന്ന് പറഞ്ഞു. ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. റെസ്ലിംഗിൽ 6 ഗോൾഡ് നേടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് ചോദിക്കാൻ അതായത് ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗോൾഡ് ലഭിച്ചത് ഏത് ഗെയിം മറ്റേ ഇവൻറ്റിൽ നിന്നാണെന്ന് ചോദിക്കാം. അത് റെസ്ലിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ തന്നെയാണ് ചോദിക്കാൻ സാധ്യത ഈ ഏറ്റവും കൂടുതൽ മെഡൽ മൊത്തം നമ്മൾ പറഞ്ഞു 61 മെഡലോളം ഇന്ത്യ നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാം റെസ്ലിംഗ് തന്നെയാണ്. കാരണം റെസ്ലിംഗ് നമുക്ക് നോക്കിയാൽ അറിയാം 12 മെഡലോളം നമുക്ക് നേടിയിട്ടുണ്ട്. ഓക്കെ, 12 മെഡൽ എന്ന് പറയുന്നത് 6 ഗോൾഡ്, 1 വെള്ളി, പിന്നെ ഒരു 5 ബ്രോൺസ്. സോ അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 6, 1, 5. ഇനി ഈ റെസ്ലിംഗിൽ നമ്മൾ പറഞ്ഞു 6 അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സാക്ഷി മാലിക് 62 കിലോ വിഭാഗത്തിൽ നിന്നാണ്. പിന്നെ വിനേഷ് ഫോഗട്ട്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാണ്ട് പോയത്. സോ വിനേഷ് ഫോഗട്ട് 53 വിഭാഗമാണെന്ന് കിലോ വിഭാഗം റെസ്ലിംഗ് ആണെന്ന് നോക്കാം. പിന്നെ അടുത്തതാണ് ഇതിൽ നിന്നും ഇതൊക്കെ ഗോൾഡ് നേടിയ ആൾക്കാരുടെ കാര്യമായിട്ട് പറയുന്നത്. ഇതൊക്കെ ഗോൾഡ് നേടിയ ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് വനിതാ വിഭാഗമാണ്. ഇനി ആണുങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് രവികുമാർ ദഹിയാണ്. അത് 57 കിലോ വിഭാഗത്തിൽ നിന്നാണ് കിട്ടിയത് നോക്കണം. രണ്ടാമത് നവീനാണ്. അത് 74 കിലോ വിഭാഗം. പിന്നെ ബജ്രംഗ് പൂനിയ 65 കിലോ. പിന്നെ 86 കിലോ എന്ന് ദീപക് പൂനിയ. ഇത്രയും ഗോൾഡിൽ റെസ്ലിംഗിൽ നിന്നും ഗോൾഡ് ലഭിച്ച ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു 3 ഗോൾഡ് വെച്ചിട്ട് 4 വിഭാഗത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഒന്ന് ടേബിൾ ടെന്നീസാണ്. ഓക്കെ, ടേബിൾ ടെന്നീസിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇന്ത്യയുടെ മിക്സഡ് വിഭാഗമുണ്ട്. ഓക്കെ, മിക്സഡ് വിഭാഗമല്ല, ടീം വിഭാഗം, ആണുങ്ങളുടെ വിഭാഗത്തിൽ നിന്നാണ് ഒരു ഗോൾഡ് ലഭിച്ചത് ടേബിൾ ടെന്നീസിൽ. രണ്ടാമത്തത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആണുങ്ങളുടെ തന്നെ സിംഗിൾസ് ആണ്. അത് ശരത് കമലിനാണ് ആ ഗോൾഡ് ലഭിച്ചതെന്ന് നോക്കണം. ഓക്കെ, പിന്നെ ഒന്ന് മിക്സഡ് വിഭാഗമാണ്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ശരത് കമലും പിന്നെ ശ്രീജ അക്കൂല ആണെന്ന് നോക്കണം. സോ ടേബിൾ ടെന്നീസിന് 3 ലഭിച്ചത്. ഒന്ന് അജന്ത ശരത് കമൽ സിംഗിൾ വിഭാഗം, പിന്നെ മിക്സഡ് വിഭാഗമുണ്ട്, പിന്നെ ടീം വിഭാഗം ഉണ്ടെന്ന് നോക്കണം. അടുത്താണ് നമ്മൾ നോക്കുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ്. ഓക്കെ, വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ആരൊക്കെ നോക്കിയാൽ ഒന്ന് ജെറമി ലാൽ ദുഹോങ്ങയാണ്. അത് 67 കിലോ വിഭാഗമാണ് വെയിറ്റ് ലിഫ്റ്റിംഗ്. പിന്നെ മീരാബായ് ചാനുവാണ് 49 കിലോ വിഭാഗം വുമൻസ്. പിന്നെ അജിൻഡ ഷൂലി എന്ന് പറഞ്ഞിട്ട് അത് 73 കിലോ വിഭാഗമാണ് ആണുങ്ങളുടെ ആണെന്ന് നോക്കണം. സോ വെയിറ്റ് ലിഫ്റ്റിംഗിൽ നിന്നും 3 ലഭിച്ചു. പിന്നെ അടുത്താണ് ബോക്സിങ്. ഈ ബോക്സിങ്ങിൽ നിന്ന് നീതു ഗംഗാസ് എന്ന് പറഞ്ഞിട്ട് അത് 48 കിലോ വിഭാഗമാണ്. ഈ 48 കിലോ വിഭാഗത്തെ വിളിക്കുന്ന ബോക്സിങ്ങിൽ വിളിക്കുന്ന പേരാണ് മിനിമം വെയിറ്റ്. പിന്നെ അടുത്താണ് അമിത് പങ്കലാണ്. അത് 51 കിലോ ഫ്ലൈ വെയിറ്റ് ആണ്. പിന്നെ നിഖാത് സരീൻ നമ്പർ ബോക്സിംഗ് എന്നുള്ള 50 കിലോ വിഭാഗമാണ്. അത് ലൈറ്റ് ഫ്ലൈ വെയിറ്റ് എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ ബോക്സിങ്ങിൽ നിന്നും 3 ഗോൾഡ്. അടുത്താണ് ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റണിൽ നിന്നും ഒന്ന് PV സിന്ധുവാണ്. അതേപോലെ തന്നെ ലക്ഷ്യ സെൻ ആണുങ്ങളുടെ. പിന്നെ റങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും അവരുടെ ഡബിൾസ്. അങ്ങനെ ബാഡ്മിൻ്റണിൽ നിന്നും 3. ഈ ആൾക്കാരുടെ പേരൊക്കെ അറിഞ്ഞിരിക്കണം, അത് ഏത് വിഭാഗമാണെന്നുള്ളത്. പിന്നെ അടുത്താണ് ഈ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഗോൾഡ് വെച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അത് ഈ പാരാ ടേബിൾ ടെന്നീസ് ആണെങ്കിൽ അത് നേടിയത് ഭാവന പട്ടേലാണ്. അത് ഓർത്തിരിക്കണം. ഭാവന പട്ടേൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാ ടേബിൾ ടെന്നീസ് ആണെന്ന് നോക്കണം. അടുത്താണ് പാരാ പവർ ലിഫ്റ്റിംഗ്. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധീർ ആണെന്ന് നോക്കണം. പിന്നെ വുമൻസ് ടീമുണ്ട്, അത് ലോൺ ബോൾസ് ആണെന്ന് നോക്കണം. പിന്നെ എൽദോസ് പോൾ മലയാളി ട്രിപ്പിൾ ജമ്പ് എന്നാണ് കിട്ടിയെന്ന് നോക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ മെഡലുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് നമുക്ക് അറിയാനുള്ളത്. 2022 ഇന്ത്യക്ക് കിട്ടിയ മെഡലുമായിട്ട് ബന്ധപ്പെട്ടോ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ കൂടുതൽ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല അതൊന്നും. പിന്നെ നമുക്ക് അഡീഷണൽ ഫാക്ട്സ് ആയിട്ട് 2018 കോമൺവെൽത്ത് ഗെയിംസ് അവിടെ വെച്ചാൽ നടന്നതെന്ന് ചോദിച്ചാൽ ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയാണെന്ന് നോക്കണം. അന്ന് ഇന്ത്യക്ക് കിട്ടിയ മെഡൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 66 മെഡലാണ്. ഓക്കെ, അതായത് 26 ഗോൾഡ്, 20 വെള്ളി, 20 ബ്രോൺസ്. 26, 20, 20 അങ്ങനെ ഓർത്തിരിക്കണം. അത് ഗോൾഡ് കോസ്റ്റിൽ വെച്ചിട്ടാണ് നടന്നത്.
ഇന്ത്യക്ക് 66 മെഡലും ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കണം. പിന്നെ ഇനി അടുത്ത നമുക്ക് പറയാനുള്ള കോമൺവെൽത്ത് ഗെയിംസ് വെന്യൂസാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം 2018 നടന്നത് ഗോൾഡ് കോസ്റ്റിലാണ്. ഇനി 2022 നടന്നത് 22ാമത്തെയാണ്, അത് ബർമിംഗ്ഹാമിലാണ്, ഇംഗ്ലണ്ടിലാണ്. പിന്നെ ഇനി 2026 23ാമത്തെ നടക്കാൻ പോകുന്നത് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗ്ലാസ്ഗോയിലാണ്, സ്കോട്ട്ലാൻഡിലാണെന്ന് നോക്കണം. പിന്നെ 2030 24ാമത്തെയാണ്, അത് ഹാമിൽട്ടൺ കാനഡയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഒരു ഊഹാപോഹമാണ് ഇവിടെ പറയുന്നത്, ഇത് കൺഫേം ആയിട്ടില്ല, എന്നാലും നമ്മളൊന്ന് ഓർത്തിരിക്കുക, ഹാമിൽട്ടണിലാണ് നോക്കണം. പിന്നെ മാത്രമല്ല ഈ 2026 23ാമത്തെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഇതുണ്ടായിരുന്നു, അതായത് ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു വിക്ടോറിയ, പക്ഷേ എന്നാൽ അത് മാറ്റം വന്നിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ട് നോക്കണം. ഇതാണ് ഞാൻ പറയാൻ കാരണം. വിച്ച് കൺട്രി, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതെന്ന്. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 2026 കോമൺവെൽത്ത് ഗെയിംസ്? ഓക്കെ, ഇതൊരു പ്രീവിയസ്ലി ആസ്ക്ഡ് ചോദ്യമാണ്. രാജസ്ഥാനിലെ CET ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കി നോക്കുക. വിക്ടോറിയ ഓസ്ട്രേലിയ, പാരീസ് ഫ്രാൻസ്, സാവോ പോളോ, പിന്നെ ന്യൂഡൽഹി. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് നമുക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഏറിപ്പോയ ഒരു 1-2 ചോദ്യമൊക്കെ ചോദിക്കും, ഒരു ചോദ്യമൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് അതിന് ഒരു മാർക്ക് ഉറപ്പിക്കാം. ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 2026 കോമൺവെൽത്ത് ഗെയിംസ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു, ഇതിലെ ഓപ്ഷൻസിൽ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല. ഏത്? സ്കോട്ട്ലാൻഡിൽ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. പക്ഷേ ഇപ്പോഴാണ് ഇതിലൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് മുമ്പ് നമ്മൾ ഇതേ ദിവസം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിക്ടോറിയ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് കൺഫേം ആയില്ല. ഓക്കെ, അവർക്ക് ഈ ഭാരം താങ്ങാൻ പറ്റാത്ത സ്ഥിതി വന്നു. അതായത് ഇനിയും കാരണം ഓസ്ട്രേലിയയിൽ 2018 നടത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയും 2026 നടക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ അധിക ഭാരമായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ അവർ ഇതിന്ന് വിട്ടു, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2023 ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇതിന് പ്രസക്തി ഇപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഉത്തരം വിക്ടോറിയ ഓസ്ട്രേലിയയാണ് തന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ അല്ല, ഗ്ലാസ്ഗോ ആണ് നോക്കണം. ഓക്കെ, ഗ്ലാസ്ഗോ. സോ ഇതിപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്നത്തെ ജനുവരി 8 2023 ഈ ചോദ്യം വന്നപ്പോൾ ഉത്തരം വന്നത് വിക്ടോറിയ ആയിരുന്നു. അത് ഓർക്കണം നിങ്ങൾ. സോ 2026 എവിടെയാണ് വെച്ച് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്ഗോ ആണ്. അടുത്താണ് മുരളി ശ്രീശങ്കർ ഹാസ് വൺ സിൽവർ ഇൻ വിച്ച് സ്പോർട്സ്. നമ്മൾ പറഞ്ഞു 22 ഗോൾഡ് നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 21 വെള്ളി നമ്മൾ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ അതിൽ ഈ മുരളി ശ്രീശങ്കർ മലയാളിയാണ്, വെള്ളി നേടിയിട്ടുണ്ട്. അത് ഏത് കായിക ഇനത്തിലാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് അത്ലറ്റിക്സ്, ബി വെയ്റ്റ് ലിഫ്റ്റിംഗ്, പിന്നെ സി സ്ക്വാഷ്, ഡി ജൂഡോ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്സ് ആണ്. ഓക്കെ, മുരളി ശ്രീശങ്കർ അത് ലോങ് ജമ്പിലാണെന്ന് നോക്കണം, മലയാളി താരമാണെന്നും കൂടി നോക്കണം. പിന്നെ അടുത്താണ് ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ, ഇത് നമ്മൾ പറയാത്ത ഒരു കാര്യമാണ്, എന്നാലും നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിയറി ഡി ക്യൂബർട്ടിൻ, മെൽവിൻ മാർക്സ് റോബിൻസൺ, ആഷ്ലി കൂപ്പർ, പിന്നെ നൺ ഓഫ് ദ അബോവ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന ചോദ്യത്തിന് റോബിൻസൺ ആണെന്ന് നോക്കണം ഇതിൻ്റെ ഉത്തരം. ഓക്കെ, പിയറി ഡി ക്യൂബർട്ടിൻ ഇതിൻ്റെ ഒന്നും എല്ലാം നോക്കണം. അടുത്താണ് ഹു won India's first gold medal at the Commonwealth Games 2022. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജെറമി ലാൽറുങ്ക, ഓപ്ഷൻ ബി അചിന്ത ശൂലി, ഓപ്ഷൻ സി മീരാബായ് ചാനു, ഓപ്ഷൻ ഡി ഗുരുരാജ് പൂജാരി. കറക്റ്റ് ആൻസർ മീരാബായ് ചാനു ആണ്. ഓക്കെ, മീരാബായ് ചാനു ആണ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമാണെന്നും കൂടി നോക്കണം, 57 കിലോ വിഭാഗമാണെന്നും കൂടി നോക്കണം. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാക്സിമം പറയാനുള്ളത്. ഓക്കെ, ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് മാക്സിമം ചോദിക്കുള്ളൂ. 2022 നടന്നത് കൊണ്ടാണ് നമ്മളിതിപ്പോൾ ഇത്രയും നോക്കിയത്. കാരണം ഇനി വരുന്ന എക്സാമുകൾക്ക് ഇതിപ്പോൾ 2024 സോ ഇതിന് ശേഷം 2022 ശേഷം 2026 ഇനി അടുത്ത് നടക്കാൻ പോകും. ഇതിൻ്റെ ഇടയിൽ നടക്കാത്ത കാരണം ഈ 2022 മാക്സിമം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏറിപ്പോയാൽ ചോദിച്ചാൽ ഇത്ര തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക്
ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, ഈ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.